അതിരൂക്ഷമായിട്ടുള്ള മറ്റൊരു സംഘർഷത്തിലേക്ക് മധ്യപൂർവേഷ്യ വഴിമാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ വീണ്ടും ഒരു കരയുദ്ധം ആരംഭിക്കാൻ പോകുന്ന എല്ലാ സൂചനകളും, അത്തരത്തിലുള്ള നീക്കത്തിൻ്റെ എല്ലാ മുന്നറിയിപ്പുകളും ഇസ്രായേൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസയിൽ കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഗാസയിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകുവാൻ ഒക്കെ ഉള്ള നിർദ്ദേശങ്ങൾ ഇസ്രായേൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അനിശ്ചിതകാലത്തേക്ക് ഒരു അവധി ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാര്യം വളരെ വ്യക്തമാണ്. ഇസ്രായേൽ അതിനിർണായകമായിട്ടുള്ള ചില നീക്കങ്ങളാണ് ഗാസയിൽ നടത്താൻ പോകുന്നത്, മധ്യപൂർവേഷ്യയിൽ നടത്താൻ പോകുന്നത്. ഈ ഒരു സംഭവങ്ങൾ എന്തിൻ്റെ ഒരു സൂചനയാണ്? വീണ്ടും ഒരു അസമാധാനത്തിലേക്കും അല്ലെങ്കിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്കും മിഡിൽ ഈസ്റ്റ് വഴിമാറുകയാണോ? ഈ ഒരു സംഭവങ്ങൾ, ഇസ്രായേൽ നടത്തിയ ഈ ഒരു ആക്രമണങ്ങൾ, അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, അതിൽ അമേരിക്കയുടെ ഇടപെടൽ എത്രത്തോളമുണ്ട്, അത് ഇനി ആ ഒരു പ്രദേശത്ത് സൃഷ്ടിക്കാൻ പോകുന്ന പ്രതിഫലനങ്ങൾ, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ലിയോ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മധ്യപൂർവേഷ്യ തന്നെയാണ് ഇന്നത്തെ നിലപാടിൻ്റെയും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു, ഈ മധ്യപൂർവേഷ്യയെ വീണ്ടും ഇങ്ങനെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. സിറിയയുടെ ഒരു പശ്ചാത്തലത്തിലാണ്, ഒപ്പം തന്നെ യമൻ്റെയും ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നലെ മധ്യപൂർവേഷ്യയിലെ സംഭവ വികാസങ്ങളെ നമ്മൾ അപഗ്രഥിച്ചത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം രാത്രി അതിനിർണായകമായിട്ടുള്ള ചില സംഭവങ്ങൾ ഗാസ ഇസ്രായേൽ ആ ഒരു പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്നു. ഈ ജനുവരി മാസം നിലവിൽ വന്ന ആ ഒരു വെടിനിർത്തൽ കരാർ, അപ്പോൾ അതിനുശേഷം ഈ ഗാസ ഇസ്രായേൽ അതിർത്തി ഒരു പരിധിവരെ ശാന്തമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ എങ്കിൽ പോലും ഈ ഹമാസിന്റെ ഭാഗത്തു നിന്നും ചെറുതല്ലാത്ത രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങളൊക്കെ ഇസ്രായേലിന് നേർക്ക് വന്നുകൊണ്ടിരുന്നു. ഒപ്പം ഈ ബന്ദി വിമോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഹമാസിന്റെ പക്കൽ ഇസ്രായേൽ ബന്ദികൾ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും ഇതുവരെ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. നമ്മൾ നേരത്തെ നിലപാടുകളൊക്കെ പറഞ്ഞതാണ്, ഇവർ ആദ്യഘട്ടത്തിൽ റിലീസ് ചെയ്ത ബന്ദികളുടെ അവസ്ഥ, അവസാന ഘട്ടം എത്തിയപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്, ഇനി അടുത്ത ഘട്ടങ്ങളിൽ ഇവർക്ക് റിലീസ് ചെയ്യാൻ ബന്ദികൾ ഉണ്ടോ എന്ന കാര്യം നമ്മൾ കൃത്യമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബന്ദി വിമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഗാസയുടെ അല്ലെങ്കിൽ ഗാസ പ്രദേശത്ത് കഴിയുന്ന ഇസ്രായേൽ ബന്ദികളുടെ ഒരു മോചനമാണ്. പക്ഷേ അക്കാര്യത്തിൽ വളരെ കൃത്യവിലോപം ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു ഉഴപ്പൻ സമീപനം, ഒരു നിസ്സംഗത സമീപനം, ഒരു അലസ മനോഭാവം ബന്ദി വിമോചനത്തിന്റെ കാര്യത്തിൽ ഹമാസിന്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വൺ ഓഫ് ദി ഫാക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇസ്രായേൽ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അതിരൂക്ഷമായിട്ടുള്ള ഒരു വ്യോമാക്രമണം, അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ പ്രകാരം നിരവധി ഹമാസ് ഭീകരർ ഉൾപ്പെടെ ഏകദേശം 300ഓളം പേരാണ് ഗാസയിൽ ഈ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒപ്പം തന്നെ ഹമാസിന്റെ പല മുതിർന്ന നേതാക്കന്മാരും അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലിനെ പ്രേരിപ്പിച്ച ചില നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ചില നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിനു മുമ്പ്, ഈ ആക്രമണത്തിന് മുമ്പ് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് ഈ ഹമാസ് ഈ ഒക്ടോബർ 7 ശേഷം ഹമാസ് നിരവധി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിന് ഹമാസ് കോപ്പ് കൂട്ടുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്ത വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഈ അമേരിക്കയുടെ ഒരു മൗന അനുവാദം ഇല്ലാതെ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഒരു ഗൈഡൻസ് ഇല്ലാതെ ഇസ്രായേൽ ഈ ഒരു ഘട്ടത്തിൽ ഇത്ര രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം അവിടെ നടത്താൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കോംപ്ലിക്കേഷൻ, ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്കാണ് കാര്യങ്ങൾ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ആക്രമണം അവിടെ ചെലുത്തുന്ന ഒരു പ്രതിഫലനം നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഗാസ പുനരുദ്ധരിക്കും, അല്ലെങ്കിൽ പുനർജീവിപ്പിക്കും, അല്ലെങ്കിൽ ഗാസ നിവാസികളെ മറ്റു പല രാജ്യങ്ങളിലേക്ക്, ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പുനരധിവസിപ്പിക്കും എന്ന വാർത്തകൾ സൈഡിൽ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറു സൈഡിൽ ഈ യമനിൽ ഹൂതികൾക്കെതിരെ അമേരിക്ക വലിയ രീതിയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഇനി ഹൂതികൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അമേരിക്ക നേരെ നടത്തി കഴിഞ്ഞാൽ അത് ഇറാനാണ് നടത്തുന്നത് എന്ന് കൃത്യമായിട്ടും ആ ഒരു ആക്രമണത്തെ അമേരിക്ക വിലയിരുത്തും. ആ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും നൽകാൻ പോകുന്നത്. അപ്പോൾ
അതിരൂക്ഷമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒക്ടോബർ 7 ശേഷം അതിരൂക്ഷമായിട്ടുള്ള ഒരു സംഘർഷാവസ്ഥയിലൂടെ ഈ ഗാസ ഇസ്രായേൽ മേഖല കടന്നു പോകുമ്പോൾ റോബിൻ, നമ്മൾ ഈ ഒരു സംഭവത്തെ നമ്മൾ വിലയിരുത്തേണ്ടി വരും? അതായത് ഇനി വീണ്ടും ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഗാസ ഇസ്രായേൽ മേഖല അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മുഴുവൻ മാറാൻ പോകുന്നു. ഈ ഒരു സംഘർഷാവസ്ഥയെ ആരൊക്കെയായിരിക്കും മുതലെടുക്കാൻ ശ്രമിക്കുന്നത്? ഇനി ഒരു സമാധാനം ഇങ്ങനെ അനന്തമായി നീളുന്ന ഒരു പ്രതിഭാസമായിട്ട് മിഡിൽ ഈസ്റ്റിൽ മാറാൻ പോവുകയാണോ? എങ്ങനെ നമുക്ക് ഈ സംഭവങ്ങളെ വിലയിരുത്താൻ സാധിക്കും? ഇതിന് തുടങ്ങുന്നതിൻ്റെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഡൊണാൾഡ് ട്രംപിൻ്റെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അത് ഹൈലൈറ്റ് ചെയ്ത് നിർത്തേണ്ടതാണ്. ഒന്ന്, ഡൊണാൾഡ് ട്രംപിൻ്റെ ആശയം തന്നെ പീസ് ത്രൂ മൈറ്റ് എന്നുള്ളൊരു സാധനമാണ്. എന്നുവെച്ചാൽ ശക്തിയുടെ ഈ സൈനിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സമാധാനം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പുള്ളിയുടെ അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത്. 2, ഗാസയിലെ ഹമാസ് തീവ്രവാദികളോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ മര്യാദയ്ക്ക് ഹോസ്റ്റേജിനെ ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇനി നരകമായിരിക്കും നിങ്ങളുടെ മുകളിലേക്ക് വന്ന് വീഴാൻ പോകുന്നതെന്ന്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റിനൊരു സമാനതയുണ്ട് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് അടിച്ച് ഇല്ലാതാക്കി തന്നെയാണ് സമാധാനം കൊണ്ടുവരുന്നത്. ഹൂത്തികൾക്കെതിരെ ആ സെയിം ഡയലോഗ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നുവെച്ചാൽ കൃത്യമായിട്ട് അടിച്ച് ഒതുക്കി ഇല്ലാതാക്കി തന്നെയാണ് സമാധാനം കൊണ്ടുവരാൻ പുള്ളി ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ നമ്മളെ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ പറയും നിങ്ങൾ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോഴും മാർപ്പാപ്പ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സമാധാനത്തിൻ്റെ പക്ഷത്ത് മാത്രമേ നമ്മൾ നിൽക്കൂ. നമുക്ക് യുദ്ധം ഒന്നും ആവശ്യമില്ല, തീവ്രവാദികളും ആവശ്യമില്ല. അങ്ങനെയുള്ള നിലപാടാണ് നമുക്കുള്ളത്. പക്ഷേ ഡൊണാൾഡ് ട്രംപും ഈ ഇപ്പോൾ നടക്കുന്ന മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോൾ കീ പോയിന്റ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ പോകേണ്ടത്. അപ്പോൾ ആ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ അയാളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതാണ്, പീസ് ത്രൂ മൈറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി മര്യാദയ്ക്ക് നിന്നില്ല, നിങ്ങളുടെ മുകളിൽ നരകമായിരിക്കും വന്ന് വീഴാൻ പോകുന്നത്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അവർ കൃത്യമായിട്ട് വളരെ ഹെവി ആയിട്ടുള്ള ബോംബുകൾ അടക്കം ഇസ്രായേലിൽ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. കൃത്യമായിട്ട് മെസ്സേജ് വളരെ കൃത്യമാണ്. ഇവിടെ ആരെങ്കിലും ഇനി ഹിസ്ബുള്ള അല്ല, ഹമാസ് അല്ല, അതും അല്ലെങ്കിൽ ഇറാൻ ആണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഹൂത്തികളാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ആരെങ്കിലും ഇനി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തീർക്കാൻ പോകുന്നത് വളരെ നന്നായിട്ടും ഭംഗിയായിട്ടും ശക്തമായിട്ടും ആണ് എന്നുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജ് ഇവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഹമാസ് ഇത്രയും വലിയ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ട് ഹമാസ് ആക്രമിക്കാത്തതിൻ്റെ കാര്യവും ഇത് തന്നെയാണ്. ആക്രമിച്ചു കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ഒരു സമ്മേളനം ചേർന്ന് അവർ ഡൊണാൾഡ് ട്രംപിൻ്റെ ഗാസയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് മാറ്റാമെന്നുള്ള പ്ലാനിന് പകരം മറ്റൊരു പ്ലാനും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരിത് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാൻ പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ ഓപ്ഷൻ ഇതാണ്, സമാധാനം കൊണ്ടുവരാനുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊരു ഓപ്ഷൻ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓപ്ഷൻ ഇവിടെ നടപ്പിലാക്കും എന്നുള്ളത് വളരെ കൃത്യമാണ്. അത് എങ്ങനെ നടപ്പാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഹമാസ് തീവ്രവാദികൾ ആക്രമിക്കുകയോ അല്ലെ, ഈ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ബന്ദിമോചനത്തിൻ്റെ 2ാം ഘട്ടം വരുമ്പം പ്രശ്നമുണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ വളരെ കൃത്യമായിട്ട് എല്ലാ അനലിസ്റ്റുകളും പറഞ്ഞാണ് ഈ 2ാം ഘട്ടം വരുമ്പോൾ പ്രശ്നം ഉണ്ടാകും. കാരണം അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇസ്രായേൽ സമ്പൂർണ്ണമായിട്ടും അവിടുന്ന് പിന്മാറുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇസ്രായേൽ ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. 2ാമത്തെ കാര്യം, ഇസ്രായേൽ തന്നെ പറയുന്നു ഈ ഹമാസ് ഭീകരരെ സമ്പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് ഇല്ലാതാക്കുമെന്ന്. ഇപ്പോഴത്തെ ഹമാസ് തീവ്രവാദികളുടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഗാസ പുനർനിർമ്മിക്കുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അവിടെ പവർ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളാണെങ്കിലും ഇസ്രായേലും അമേരിക്കയും എല്ലാം ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കരാറും അവരുടെ ചർച്ചകളിലും ഒന്നും ഹമാസ് തീവ്രവാദികളെ അവിടെ നിന്ന് മാറ്റുക, ഒഴിപ്പിക്കുക, അവർക്ക് പവർ ഇല്ലാതാക്കുക എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇവർ സമ്പൂർണ്ണമായും ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് ഇവരെ സംബന്ധിച്ച് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബന്ദിമോചനം അല്ല, അവർ മസിൽ പിടിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം അവർക്ക് കൃത്യമായിട്ടുള്ള പവർ അവിടെ വേണമെന്നുള്ളത്. പക്ഷേ ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹമാസ് തീവ്രവാദികൾ ഇനിയും അവിടെ മസിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഡൊണാൾഡ് ട്രംപ് അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ഒഴിഞ്ഞു പോകാത്തവരെ വളരെ ഹെവി അവിടെ കാഷ്വാലിറ്റി ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് ഈ സമാധാനത്തിൻ്റെ ചർച്ചകളെല്ലാം നടത്തി ഹമാസ് തീവ്രവാദികളുമായി വരെ ഇവർ ചർച്ച നടത്തി. അതിനുശേഷം നടന്ന ആക്രമണത്തിൻ്റെ ആ ഒരു രീതി നോക്കുക, ഒറ്റയടിക്ക് 100-300 മുകളിൽ ആളുകൾ ഒറ്റയടിക്ക് ഇല്ലാതായി പോകുന്ന പോലെ അത്ര ശക്തമായ ആക്രമണം നടത്തി. കരയാക്രമണം പോലും നടത്തിയിട്ടില്ലാതെ ആലോചിക്കണം. വ്യോമാക്രമണം നടത്തി വെച്ചിട്ട് അത്രയും വളരെ വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കിയത്. ഇത് തന്നെയായിരിക്കും ഇനി ഗാസയിൽ നടക്കാൻ പോവുക എന്നുള്ളത്. എന്നുവെച്ചാൽ
ഡൊണാൾഡ് ട്രംപിൻ്റെ വിഷൻ വളരെ വ്യക്തമാണ്. ഒരുപാട് ഈ സമാധാനത്തിൻ്റെ അണെൻഡിങ് ആയിട്ട് ഈ വാറുകൾ, ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാറാണെങ്കിലും ഇവിടുത്തെ ഹമാസ് തീവ്രവാദികളുമായിട്ടുള്ള വാറാണെങ്കിലും ഇത് അണെൻഡിങ് ആയിട്ട് കൊണ്ടുപോകാൻ, ഒരു അവസാനമില്ലാതെ കൊണ്ടുപോകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. ഇത് അവരെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഇത് തീർക്കേണ്ടത് അത്യാവശ്യമാണ്. എത്രയും പെട്ടെന്ന് അവർ ഏത് വഴിക്കെങ്കിലും തീർക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കാരണം അതിന് മറ്റു പല കാരണങ്ങൾ, അതിലേക്ക് നമ്മൾ വരാം. അപ്പോൾ എന്താണെങ്കിലും ഈ ഹൂത്തികളാണെങ്കിലും ഇവിടെയുള്ള ഏത് തീവ്രവാദ പ്രസ്ഥാനമാണെങ്കിലും ഇനി ഇവർ തലപൊക്കുകയോ ഇനി അവർ പറയുന്നത് പോലെ അനുസരിക്കുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതിനുള്ള ആയുധങ്ങളും സന്നാഹങ്ങളെല്ലാം ഒരുക്കി വെച്ചേക്കുകയാണ്. അതെല്ലാം കൃത്യമായിട്ട് വളരെ ഹെവി ആയിട്ടുള്ള ബോംബുകളടക്കം കൊണ്ടുവന്ന് ഇസ്രായേലിൽ വെച്ചേക്കുകയാണ്. അത് വെച്ചിട്ടാണ് ഇവരോട് പറയുന്നത് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അടുത്തത് കളി മാറും എന്ന് പറയുന്നത്. അത് കൃത്യമാണ് ആക്രമണം. ഇനി വളരെ ഒരു ബ്ലഡ് ബാത്ത് തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവർ പറയുന്ന പോലെ കേട്ടില്ല എന്നുള്ളത്. ഇനി എന്തുകൊണ്ടാണ് അവർ ഇത്രയും സ്പീഡപ്പ് ആക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഒരു വലിയ യുദ്ധത്തെ മുന്നിൽ കാണുന്നു. അവരുടെ എല്ലാ റിപ്പോർട്ടുകളും അതാണ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വലിയ യുദ്ധത്തെ അമേരിക്ക മുന്നിൽ കാണുന്നുണ്ട്. ആ യുദ്ധം പക്ഷേ ചൈനയുമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. അത് അവർ യുദ്ധത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ കാണുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇപ്പോൾ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റികൾ ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ റഷ്യ അവിടെ പല ഡിമാൻഡുകൾ വെക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസിനെ തകർക്കാൻ, ഈ അണ്ടർഗ്രൗണ്ടിലെ വെപ്പൺസിനെ തകർക്കാൻ കാലാകാലങ്ങളിൽ അമേരിക്ക കൃത്യമായ രീതിയിൽ അണുബോംബ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ കൃത്യമായിട്ട് അവർ അണുബോംബ് വികസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനെ ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ പലപ്പോഴും അമേരിക്ക ഇതിനുള്ളിൽ വലിച്ചിടാൻ നോക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ തകർക്കാനുള്ള ബോംബ് ഇരിക്കുന്നത് അമേരിക്കയുടെ കയ്യിലാണ്. കാലാകാലങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിലും കൃത്യമായ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമേരിക്ക സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ തന്നെ കൃത്യമായി മറുവശത്ത് ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ യൂറോപ്പിനോട് പറയുന്ന പോലെ നിങ്ങൾ 10% നിങ്ങളുടെ ഈ GDP-യുടെ 10% നിങ്ങൾ മിലിറ്ററി ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കണം, അല്ലെങ്കിൽ 5% മാറ്റിവെക്കണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളത് പല പ്രാവശ്യം ചർച്ച ചെയ്യുന്നതാണ്. അവിടെ ഈ യൂറോപ്യൻ മേഖലയിൽ ഇനി ഞങ്ങൾ അവിടെ ഇടപെടാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ അവിടുത്തെ സുരക്ഷ നോക്കണം. കാരണം അതിലും വലിയ ത്രെട്ട് അമേരിക്കയുടെ മുന്നിൽ നിൽക്കുന്നു. കാരണം ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞങ്ങൾക്ക് സമയം പാഴാക്കാനില്ല. ഡൊണാൾഡ് ട്രംപ് കൃത്യമായ മെസ്സേജാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും ഇസ്രായേലിനെ വളരെ ശക്തമായ രാജ്യം, നമ്മൾ ഡൊണാൾഡ് ട്രംപ് വരുന്ന കാലത്ത് അതിന് മുന്നേ തന്നെ നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തി, ഇപ്പോൾ യൂറോപ്പിനെ എങ്ങനെ അവിടെ ശക്തമാക്കി നിലനിർത്താൻ ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നുവോ അതേപോലെ ശക്തമാക്കി ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെ നിർത്താൻ തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതിനെതിരെ വരുന്ന ഏത് ത്രെട്ടും ആരാണെങ്കിലും അത് അടിച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കി കളയും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് കൃത്യമായിട്ട് അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. അവർ പല പ്രാവശ്യം അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടും അമേരിക്ക ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ചൈനയുടെ മേഖലയിലേക്കായിരിക്കും. ഇവിടെ ഹൂത്തികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ആര് തലപൊക്കിയാലും ഇനി വരാൻ പോകുന്നത് ഒരു ബ്ലഡ് ബാത്തിൻ്റെ ദിനങ്ങളായിരിക്കും. അത് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ തിരിച്ച് അടിക്കും മുതലാത്തത്. ഒരുപക്ഷെ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളും കൂടെ അംഗീകരിച്ച്, ഇപ്പോൾ അവരുമായിട്ട് നേരിട്ട് ചർച്ചകളും കൂടി നടത്തുന്നുണ്ട്, അംഗീകരിച്ച് ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്താൻ ഉള്ളതിൻ്റെ ഒരു പ്രഷറിങ് പോയിന്റ് ആയിരിക്കാം ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ കൃത്യമായ മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഇനി അനുസരിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അടിച്ച് നശിപ്പിച്ച് ഒന്നുമില്ലാതാക്കി കളയുന്നുള്ളത്. കാരണം എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങൾ അവസാനിപ്പിച്ച് അമേരിക്കയ്ക്ക് മറ്റൊരു സ്ഥലത്ത് കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ടും അവരുടെ നയങ്ങളെല്ലാം രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. ഓക്കെ, അത് റോബിൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്, കൃത്യമാണ്. അതായത് ഈ നെഗോസിയേഷൻ വേണം, അത് നെഗോസിയേഷന് അർഹതയുള്ളവരുമായിട്ട് നെഗോസിയേഷൻ നടത്തും ട്രംപ്. അതല്ലാതെ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികൾ, അതായത് ഈ വയലൻസ് മാത്രം ആയുധമാക്കി ജീവിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾ, അവരോട് ഒരു ഉരുക്കുമുഷ്ടി തന്നെയായിരിക്കും ട്രംപ് കാണിക്കാൻ പോകുന്നത്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഹുതികളോട് ട്രംപ് എടുത്ത നിലപാട്, ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആ ഒരു നീക്കം വളരെ വ്യക്തമാണ്. തീവ്രവാദത്തോട്, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദത്തോട് നോ കോംപ്രമൈസ്. കാരണം ഈ കൂട്ടരോട് ചർച്ച നടത്തിയിട്ട് യാതൊരു കാര്യമില്ല, ഒരു പ്രസക്തിയുമില്ല. ആ ഒരു പോയിന്റാണ് ട്രംപ് ലോകത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിനി ഇസ്രായേലിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ലിയോ, ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സംഭവ വികാസങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഷിൻബെറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. അപ്പോഴും ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു ആക്രമണമായിട്ട് നമുക്ക് അതിനെ വിലയിരുത്താൻ സാധിക്കുമോ? അതല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണത്തിലേക്ക്, ഒരു സംഘർഷത്തിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ഈ ഒരു വ്യോമാക്രമണം അത് വഴിതെളിക്കുമോ? എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഇപ്പോൾ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തെക്കുറിച്ച്
ഹമാസും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ ഒരു വെടിനിർത്തൽ ധാരണയൊന്നും നിലവിലില്ല. അപ്പോൾ ഏത് നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബന്ദികളെ കൈമാറുന്ന തരത്തിലേക്ക്, ബന്ദികളെ, ശേഷിക്കുന്ന ജീവനുള്ള ബന്ദികളെയും മരണപ്പെട്ട ബന്ദികളെയും കൈമാറുന്ന ഒരു എഗ്രിമെൻറ്റിലേക്ക് ഹമാസ് ഇതുവരെ എത്തിയിട്ടില്ല. അതിനെ റിക്വസ്റ്റ് ചെയ്തിരുന്നു ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ. ട്രംപ് ഹമാസുമായിട്ട് നേരിട്ട് വരെ സംസാരിച്ചു. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അമേരിക്കൻ ബന്ദി, ജീവനുള്ള ഒരു അമേരിക്കൻ ബന്ദിയും അതും 4 മരണപ്പെട്ടവരെയും, അമേരിക്കക്കാരെയാണ്, ജൂയിഷ് പൗരത്വമുള്ള അമേരിക്കക്കാർ. അപ്പോൾ അവരെ മോചിപ്പിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് ട്രംപ് നേരിട്ട് വരെ സംസാരിച്ചു. അതിന് പോലും മറുപടി ഹമാസ് കൊടുത്തിട്ടില്ല. അതിനുശേഷം ഇസ്രായേൽ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു. ഇസ്രായേലിൻ്റെ 10-16ഓളം ബന്ദികളെയും, ഈ മരണപ്പെട്ട ബന്ദികളെയും, അമേരിക്കൻ പൗരനുൾപ്പെടെയുള്ള ആളുകളെ തിരിച്ച് ഇസ്രായേലിന് കൈമാറണമെന്ന്. അതിനും ഹമാസ് യെസ് മൂളിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു കരയുദ്ധത്തിലേക്ക് കടക്കാനുള്ള ഒരു കാര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് ഇസ്രായേൽ ആർമി പോകുന്നതെന്നാണ്. സൗത്തേൺ ഇസ്രായേലിൽ, അതായത് യാഷ്കലോൺ, ബെർഷേബ, അങ്ങനെയുള്ള ഗാസയായിട്ട് അതിർത്തിയിലേക്ക് വരുന്ന ആ ഒരു ഭാഗങ്ങളിലുള്ള സ്കൂളുകൾക്കും പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾക്കൊക്കെ അനിശ്ചിതകാലത്തേക്ക് അവധി കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ഇസ്രായേലിൽ നടക്കുന്നു എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് ഹമാസ് വിളിച്ചു വരുത്തിയ ഒരു ആക്രമണമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ജനുവരി 19-നാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. മാർച്ച് 1-ന് അത് അവസാനിച്ചു. അതിനുശേഷം ഇസ്രായേലാണ് റിക്വസ്റ്റ് ചെയ്തത് ഇനി ഒരു വെടിനിർത്തൽ 56 ദിവസത്തേക്ക്. കാരണം ഇസ്രായേലിൽ നമുക്കറിയാം, ഇസ്രായേലിൽ പെസഹ കാലഘട്ടമാണ്. ക്രൈസ്തവർക്ക് ഈസ്റ്റർ വരുന്നു, അതോടൊപ്പം പെസഹ വരുന്നു, ഈസ്റ്റർ വരുന്നു. ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടേതായിട്ടുള്ള നോമ്പിൻ്റെ ആചരണങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു 50 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുപോകണമെന്ന് ഇസ്രായേൽ റിക്വസ്റ്റ് ചെയ്താണ്. അതിന് ഹമാസ് തയ്യാറായില്ല. അതിനുശേഷം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ശാശ്വതമായ ഒരു വെടിനിർത്തലും ഇസ്രായേൽ സേന പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലേക്കാണ് അവർക്ക് താല്പര്യം. പക്ഷേ ബന്ദികളുടെ കൈമാറ്റത്തെക്കുറിച്ച്, ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, അങ്ങനെ ഒരു ലിസ്റ്റൊന്നും കൊടുക്കാനായിട്ട് ഇസ്രായേൽ പറഞ്ഞെങ്കിലും അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു ബാർഗെയിനിങ്, ഒരു എന്താ പറയുന്നത്, ഇപ്പോൾ പിന്നെ ബന്ദികളെ വെച്ച് ഇങ്ങനെ വിലപേശുന്ന ആ ഒരു തരത്തിലേക്ക് അവരുടെ രീതികൾ മാറുന്നരുത്. അപ്പോൾ നമ്മൾ ഇവിടെ അറബ് ഉച്ചകോടി, അടിയന്തര അറബ് ഉച്ചകോടി ഈജിപ്തിൽ കൂടി. ഈജിപ്ത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും ബദലായിട്ട് ഗാസയെ പുനർനവീകരിക്കുക എന്നൊരു പദ്ധതി കൊണ്ട് ഈജിപ്റ്റ് വന്നു. അതിന് പണം മുടക്കുന്നത് ആരാണെന്ന് പോലും ഈജിപ്ത് പറഞ്ഞിട്ടില്ല. $53 ബില്യൺ അതിനു വേണ്ടി ചിലവാകുമെന്ന് പറഞ്ഞു. 5 വർഷം കൊണ്ട് അവർ ഗാസയെ പുനർനവീകരിക്കും, അത് ജനങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ, ഗാസയിലുണ്ടായ സംഭവ വികാസങ്ങൾ ഈ ഒരു യുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ അറ്റാക്കിലേക്ക് നയിച്ചു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇസ്രായേലിൽ നിരവധി ചെറിയ ചെറിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കത്തിയെടുത്ത് കുത്തുക, ചെറിയ ചെറിയ ഭീകരാക്രമണങ്ങൾ, ഒരുപാട് പേര് കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഹമാസിൻ്റെ ഈ ഒരു യുദ്ധമുറയുടെ ഭാഗമായിട്ടുള്ള, പണ്ട് തൊട്ട് നടക്കുന്നതാണ്. പക്ഷേ ഈ വെടിനിർത്തൽ കാലഘട്ടത്തിലും ഈ സമയത്തൊക്കെ അത് കൂടുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. വാർത്തകളിലൂടെ നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ സൈനികർക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ, അതായത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ മറവിൽ, അതാണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. മാധ്യമ പ്രവർത്തനത്തിൻ്റെ മറവിൽ ആ ഒരു ഡ്രോൺ ഉപയോഗിച്ച് സൈനികരെ വീക്ഷിക്കുകയും അവരെ അറ്റാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എന്നാണ് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇൻ്റലിജൻസ് ഉള്ള ഒരു രാജ്യമാണ്. അവരെന്തായാലും അത് തീർച്ചയായിട്ടും അത് ഗൗനിക്കാതിരിക്കില്ല. അവരതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടായിരിക്കും അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അന്ന് 6ഓളം പേരാണ്. അത് ഒക്ടോബർ 7-ന് 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു തീവ്രവാദി വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പോയിട്ട് കൊല്ലണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് പ്ലാനായി നമുക്ക് വിചാരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ, അതായത് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ എന്തെങ്കിലും ഹമാസ് അവിടെ രൂപപ്പെടുത്തിയിരിക്കാം എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ ഷെൻബെറ്റ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഒക്ടോബർ 7-ന് നടന്ന ഒരു വീഴ്ചയെക്കുറിച്ച് സൂചിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. അത് വളരെയേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. നമ്മൾ ഈ സമയത്ത് സാധാരണ പണ്ടൊക്കെ ഇസ്രായേലിൽ ഈ യുദ്ധ നിയമങ്ങളുണ്ടല്ലോ എല്ലാ രാജ്യങ്ങൾക്കും. ആ യുദ്ധ നിയമത്തിൽ പെട്ടത് ഈ ശാബത്തിനോ അല്ലെങ്കിൽ അവധി ദിവസങ്ങൾ, ഈ തിരുനാൾ ദിവസങ്ങൾ, ഹോളിഡേയ്സിലൊക്കെ ഇങ്ങനെയുള്ള ആക്രമണങ്ങളോ അറ്റാക്കുകളോ ഒന്നും ചെയ്യില്ല എന്ന് പരസ്പര ധാരണകൾ പണ്ട് മുതലേ അവിടെ നിലവിലുണ്ട്. അതിനെല്ലാം ഖണ്ഡിച്ചാണ് ഈ ഒക്ടോബർ 7 ആക്രമണം ശാബത്ത് ദിവസം രാവിലെയാണ് ഹമാസ് നടത്തിയത്. അപ്പോൾ അതോടുകൂടി അത് പൊളിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ നോമ്പ് കാലം എന്നൊക്കെ പറയുന്ന ഈ ഒരു അവരുടെ പുണ്യമാസമായിട്ട് കാണുന്ന ഈ മാസങ്ങളിലും
ഈ ദിവസങ്ങളിലും ഈ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു പുണ്യമാസം അല്ലെങ്കിൽ ഒരു പുണ്യമായ ദിനത്തിലാണ് ഇസ്രായേലിലും ഈ ഒക്ടോബർ 7 ആക്രമണം നടത്തിയത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഹൂത്തികൾക്കെതിരെയുള്ള അമേരിക്കൻ ആക്രമണം ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് വായിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ സമയത്ത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള സംഭവ വികാസങ്ങളെല്ലാം ഒരു തിരക്കഥയിൽ അല്ലെങ്കിൽ ആ ഒരു സംഭവമായിട്ട് തന്നെ നമ്മൾ കൂട്ടി വായിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക തന്നെ ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെ ഇസ്രായേൽ പറഞ്ഞിട്ട് ഹമാസ് കേട്ടില്ല, അമേരിക്ക പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല. ഇനി ഒരു പുതിയ പ്രപ്പോസലൊക്കെ ട്രംപ് കൊണ്ടുവരുന്ന പ്രപ്പോസലൊക്കെ മിക്കവാറും ഗാസയിൽ നടപ്പിലാവാനുള്ള സാധ്യതകൾ ഏറെ കാണുന്നുണ്ട്. കാരണം ഇനിയും ജനങ്ങൾ പലായനം ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇസ്രായേൽ കാഴ്ച തന്നെ ഒരു കരയുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഇസ്രായേൽ സൈന്യമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ജനങ്ങളൊരു പലായനം ഉണ്ടായാൽ തിരിച്ചൊരു എൻട്രി അവർക്ക് ഗാസയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ ഇസ്രായേലിൻ്റെ ആ സൈനിക നടപടിയിൽ അമേരിക്ക അഭിപ്രായമായി രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ വൈറ്റ് ഹൗസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റാണ് വളരെ വ്യക്തമായ ഈ ഒരു സന്ദേശം പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയതുപോലെ ഹമാസും ഹൂതിയും ഉൾപ്പെടെയുള്ള ഇസ്രായേലിനെയും അമേരിക്കയും തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും വലിയ വില നൽകേണ്ടി വരുമെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമാണ് അമേരിക്കയും ഇസ്രായേലും അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് മുമ്പ് അമേരിക്ക കൃത്യമായിട്ട് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയിച്ചിരുന്നു എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഗാസയല്ല പശ്ചിമേഷ്യ മുഴുവൻ സംഘർഷഭരിതമാകുമെന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് കറക്റ്റാണ്. ഇപ്പോൾ നേരത്തെ റോബിൻ പറഞ്ഞതുപോലെ ലിയോയും സൂചിപ്പിച്ചു, ഈ ഇസ്രായേൽ കാറ്റ്സിൻ്റെ, അതായത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും അത് വളരെ രസകരമാണ്, കൗതുകരമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇഫ് ഹമാസ് ഡസ് നോട്ട് റിലീസ് ഓൾ ദ ഹോസ്റ്റേജസ് ദ ഗേറ്റ്സ് ഓഫ് ഹെൽ വിൽ ഓപ്പൺ ഇൻ ഗാസ. ട്രംപ് പറയുന്ന ആ ഹെല്ലിൻ്റെ കാര്യം ഇവിടെയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നമുക്കറിയാം, നമ്മൾ താമസിക്കുന്ന ഒരു റൂമിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് ഈ നമുക്ക് ഭീഷണിയാവുന്ന രീതിയിലൊരു വിഷപ്പാമ്പുകളെ നമ്മൾ ആരും വളർത്താറില്ല. ആ ഒരു വളർച്ച നമ്മൾ ഒരിക്കലും അനുവദിക്കുകയില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷപ്പാമ്പാണ് ഈ ഹമാസ് എന്ന് നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കും. ഇപ്പോൾ ലിയോയും റോബിനും പറഞ്ഞു, ഇപ്പോൾ ട്രംപ് ഒരു പ്രപ്പോസൽ കൊണ്ടുവരുന്നു. അതായത് ഗാസൻ ജനതകൾ, ഗാസയിൽ താമസിക്കുന്ന സാധാരണക്കാരെ മറ്റൊരു സ്ഥലത്ത് പുനരധിവസിപ്പിക്കും, ഗാസയെ പുനർജീവിപ്പിക്കും, അവിടെ ഒരു വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും. പക്ഷേ ആ ഒരു പദ്ധതിക്ക് തടയിടാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു. ലിയോ പറഞ്ഞതുപോലെ $53 ബില്യൺ ഒരു പദ്ധതി ഗാസയിലെ ജനങ്ങളെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് തന്നെ ഗാസയുടെ പുനരുദ്ധാരണ ലക്ഷ്യമിട്ട് അത്തരത്തിലുള്ള ഒരു പ്രപ്പോസൽ കൊണ്ടുവരുന്നു. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നാളുകളായിട്ട് ഈ പാലസ്തീൻ ജനതയുടെ പുനരുദ്ധാരണം എന്നൊക്കെ പറഞ്ഞ് ഈ അറബ് കൺട്രികൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഒഴുക്കുന്ന ഈ ഫണ്ടിങ് ഒക്കെ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ഹമാസിന്റെ പോക്കറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനി ഇവർ ഒഴുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒഴുക്കുമെന്ന് പറയുന്ന ഈ $53 ബില്യൺ പോകുന്നത്, അതിൻ്റെ ഭൂരിഭാഗവും പോകുന്നത് ഒരു പക്ഷേ ഈ ഹമാസ് എന്ന് പറയുന്ന വിഷപ്പാമ്പുകളുടെ വായിലേക്ക് തന്നെയായിരിക്കും. അവർ തിന്ന് കൊഴുത്ത് തടിച്ച് വളരാൻ മാത്രമേ ഇത് ഉപകരിക്കത്തുള്ളൂ എന്ന കാര്യം വളരെ വ്യക്തമാണ്. അത് ഇസ്രായേലിനറിയാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇന്നലെ നടന്ന ആ ഒരു വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത് ഈ ഹമാസിൻ്റെ ഒരു മിഡിൽ ലെവലിലുള്ള ഒരു ലീഡർഷിപ്പിനെയാണ്. നമുക്കറിയാം, ഈ തലപ്പത്തുള്ള രാജവെമ്പാലകളെയൊക്കെ തീർത്തു. ഇസ്മായിൽ ഹനി ആയിക്കോട്ടെ അല്ലെങ്കിൽ യഹിയ സിൻവാർ ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരെ തീർത്തു. ഇനി ആ ഒരു സംഘടന ഉയർന്നു വരാൻ ശ്രമിക്കുന്നത് അവരുടെ ഒരു മിഡിൽ ലെവൽ ലീഡർഷിപ്പിനെ വെച്ചിട്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഗാസയിൽ നിന്നും ഈ ഹമാസിനെ എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ അവർ ഈ പറയുന്ന രാജവെമ്പാലകളെ തീർത്തു. ഇനി രണ്ടാം ഘട്ടത്തിൽ ചില മൂർഖൻ പാമ്പുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഈ ഷിൻബെറ്റിൻ്റെ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യം, 2021 മൊസാദ് അല്ലെങ്കിൽ ഷിൻബെറ്റ് ഇവർ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു ഗവൺമെൻറ്റിന്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ യഹിയ സിൻവർ, ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കൊല്ലുവാനുള്ള പ്ലാൻ ഇസ്രായേലിന് ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ കൈമാറിയിരുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് അത് വളരെ കാര്യമായിട്ട് എടുത്തില്ല എന്നൊരു പരാതി, എന്നൊരു ആക്ഷേപം ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് ആ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഒക്ടോബർ 7 ഉണ്ടാകുമായിരുന്നില്ല. അത് തന്നെയായിരിക്കും ഇപ്പോൾ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു യഹിയ സിൻവാറോ അല്ലെങ്കിൽ ഇസ്മായിൽ ഹനി അവിടെ വളർന്നു വരരുത്. അവർ വളർന്നു വരാൻ സാധ്യതയുള്ളത് ഈ മിഡിൽ ലെവൽ ലീഡർഷിപ്പിലൂടെ ആയിരിക്കും വളർന്നു വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള ഈ ഹമാസിന്റെ ലീഡർഷിപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ വളരെ കൃത്യമായിട്ടും അവിടെ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസയിലെ സാധാരണ ജനങ്ങളല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസയെ ഒരു ഹമാസ് വിമുക്തമാക്കുക, ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പിടിയിൽ നിന്നും ഗാസയെ രക്ഷിക്കുക, അങ്ങനെ സ്വന്തം നിലനിൽപ്പ് സുരക്ഷിതമാക്കുക. ആ ഒരു ടാർഗറ്റോടുകൂടി തന്നെയാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത്. ഈ വരും ദിവസങ്ങൾ എന്തായിരിക്കും സംഭവിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്രതീക്ഷിതമായിട്ടുള്ള പല ട്വിസ്റ്റുകൾക്ക്, നിർണായകമായിട്ടുള്ള പല സംഭവങ്ങൾക്കും മിഡിൽ ഈസ്റ്റും ഒപ്പം തന്നെ യമൻ പോലുള്ള മേഖലകളൊക്കെ സാക്ഷ്യം വഹിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.
ഒരു കാര്യം വളരെ വ്യക്തമാണ്. മധ്യപൂർവേഷ്യയിൽ പ്രത്യേകിച്ച് ഇസ്രായേലും ഗാസയും തമ്മിലുള്ള ആ ഒരു സംഘർഷങ്ങൾ, ആ ഒരു പ്രദേശത്തെ കലുഷിതമാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി, ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് ഹമാസാണ്. ആ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആ ഇസ്ലാമിക തീവ്രവാദം എന്ന ആ ഒരു അപകടം പിടിച്ച ആ ഒരു ആശയം, അല്ലെങ്കിൽ ആ ഇസ്ലാമിക തീവ്രവാദികളെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അമേരിക്കയുടെ ഒരു നിർലോഭമായിട്ടുള്ള ഒരു പിന്തുണയും ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഗാസയിലെ ആ ഒരു പ്രദേശത്ത് നിന്ന്, മധ്യപൂർവേഷ്യയിൽ നിന്നും ഇസ്ലാമിക തീവ്രവാദത്തെ, ഇപ്പോൾ ഗാസയിൽ ഹമാസ് ആണെങ്കിൽ യമനിൽ ഹൂതികൾക്കെതിരെ അമേരിക്ക നടത്തുന്ന ആ ഒരു ആക്രമണം, അതുപോലെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഉരുക്കുമുഷ്ടിയോടുകൂടി നടത്തുന്ന ആക്രമണങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതിനുള്ള എല്ലാ പിന്തുണയും ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ ഒരു അതിനിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ നൽകേണ്ടിയിരിക്കുന്നു എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.